ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ തുടരും സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ പറയാൻ വന്നിരിക്കുകയാണ്. എല്ലാ സിനിമയുടെ റിവ്യൂ ഒന്നും ഞാൻ പറയാറില്ല, കാരണം ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സിനിമകളുടെ റിവ്യൂ നെഗറ്റീവ് ആകുമ്പോൾ അത് പറയാനൊരു ബുദ്ധിമുട്ട്, കാരണം ഇതിന്റെ പുറകിലുള്ള ഒരു ഹാർഡ് വർക്ക് നമുക്കറിയാവുന്നതുകൊണ്ട്. പക്ഷെ നല്ല സിനിമകൾ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും ഇടാറുണ്ട്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പോയി കാണണമെന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള തുടരും എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പേ സാധാരണ നമ്മൾ ഒരു ലാലേട്ടൻ പടം കാണുന്നത് നാട്ടിൽ റിലീസ് ചെയ്യുന്ന അതേ സമയത്താണ്. പക്ഷേ തുടരും എന്ന സിനിമ രാവിലെ 10 മണിക്കാണ് റിലീസ് ചെയ്തത്. അപ്പം രാത്രി 11:30 ഒക്കെ ആവും US ടൈമിൽ. അപ്പം ഇവിടെ ഷോ നടത്താൻ പറ്റിയില്ല. എല്ലാ ഡെയിലി മൊത്തം സിനിമ കണ്ടിട്ട് രാവിലെ 10 മണിക്കാണ് നമ്മുടെ നാട്ടിൽ സിനിമ എല്ലാവരും കണ്ടിട്ട് രാവിലെ 10 മണിക്കാണ് നമ്മളിവിടെ ആ സിനിമ കാണാനായിട്ട് വന്നത്. ഒരു റിവ്യൂവും കാണാതെ നമ്മൾ പോവുകയാണ് തിയേറ്ററിലേക്ക്. കാണാൻ തുടങ്ങി. മോഹൻലാൽ എന്ന് ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന മുതൽ ഒരു ഉത്സവമാണ് തിയേറ്ററിൽ. ഒരു ഫുൾ ഹൗസിൽ കാണാൻ പറ്റുന്ന ഒരു കിട്ടിലം പടം തുടരും എന്ന സിനിമ. തരൺമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ എമ്പുരാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ലൂസിഫറിനേക്കാളും നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പം സത്യമായിട്ടും നിങ്ങൾ തരൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറുടെ ആദ്യത്തെ 2 പടങ്ങളും അറിഞ്ഞിരിക്കണം. ആദ്യത്തെ പടം ഓപ്പറേഷൻ ജാവ, രണ്ടാമത്തെ പടം സൗദി വിളയ്ക്ക. ഈ 2 പടങ്ങളും എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം തുടരും എന്ന സിനിമയെ കുറിച്ച് ചിന്തിക്കുക. അതിഗംഭീര പടം എന്ന് പറഞ്ഞാൽ അതിഗംഭീര പടം. നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന സമയമുണ്ട്. ആദ്യത്തെ ഒരു ഹാഫ് ടൈമിൽ ഇന്റർവെൽ വല്ല ഒരു സമയത്ത് ലാലേട്ടന്റെ ഒരു വേറെ റേഞ്ച് അഭിനയമാണ് നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടൻ എന്നല്ല, കൂടെ വന്ന എല്ലാവരും. പിന്നെ സെക്കൻഡ് ഹാഫ് തീ എന്നൊക്കെ പറയും. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം കൊണ്ടുപോകുന്നത്. പിന്നെ ഒരാളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി മലയാള സിനിമയ്ക്ക് എന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് വാഗ്ദാനം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരാളാണ്. നമുക്ക് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞു നമ്മുടെ വോഡാഫോണൊക്കെ ഡയറക്റ്റ് ചെയ്ത പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആളാണ് വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു രീതിയിലും നമുക്കൊരു ബോറടിപ്പിക്കാതെ ഒരു കട്ട വില്ലൻ ഉണ്ടെങ്കിലല്ലേ ഓപ്പോസിറ്റ് നമ്മുടെ നായകന് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരു രക്ഷയില്ലാത്ത അഭിനയം. കൂടെ വന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെയും പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ ആ കാറ് ഒരു കഥാപാത്രമാണ്. കാറല്ലാതെ തന്നെ കുറച്ച് ജീവൻ ഉള്ള എന്ന മനുഷ്യരല്ലാത്ത കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കാമിയോ റോളുണ്ട്, അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമോഷണൽ ഫീലിംഗ് ആണ്. ആ പടം കണ്ട് എണീക്കുമ്പം നമുക്ക് അത്രമാത്രം ഒരു ഇമോഷണൽ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ആ ഒരു ഇംപ്രസിൽ ആ ഒരു ഇൻട്രസ്റ്റ് പറയുകയാണ്. നമ്മൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു സൈഡിൽ, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നില്ല, സാധാരണ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പടം എൻജോയ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. തരൺമൂർത്തി ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ലാലേട്ടനെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ തിയേറ്ററിൽ തിരിച്ചു തന്നതിന് ഇത്തരത്തിൽ ഒരു ലാലേട്ടൻ, ഞാൻ വിന്റേജ് ലാലേട്ടൻ എന്നല്ല പറയുന്നത്, നല്ല ഒന്നാന്തരമായിട്ട് സാധാരണക്കാരനായിട്ട് അഭിനയിച്ച ഒരു ലാലേട്ടൻ, അയാളെ ഞങ്ങൾക്ക് നേരെ തന്നതിന്, അതുപോലെ തന്നെ ഒപ്പം ഇച്ചിരി നമ്മളൊക്കെ കാണാനായിരിക്കുന്ന ലാലേട്ടനെ ഞങ്ങളുടെ മുമ്പിൽ തന്നതിന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പോയിലർ വരും. എനിക്ക് എന്തായാലും ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബസമേതം കാണേണ്ട ഒരു മൂവിയാണ്. ഞാൻ ഞായറാഴ്ച വൈകിട്ട് രാത്രി 10:00 കഴിയുമ്പോൾ ഒരു ഷോ ഉണ്ടെന്ന് പറയുന്നു. ഒന്നും കൂടെ ഞാൻ ഫാമിലി എല്ലാവരുമായിട്ടും പോകുന്നുണ്ട്. ഇപ്പം ഞാനും വൈഫും പോയി കണ്ടു, കൂട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നൊരു പടമാണ്. നിങ്ങൾ റിവ്യൂ കേൾക്കേണ്ടവർക്ക് ഇനിയും റിവ്യൂ കണ്ടിട്ട് മാത്രം പോവുക. അതല്ലാത്തവർക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കാണുക. പിന്നെ കൂട്ടുകാരും ഫാമിലിയും ഒക്കെ ഒരുമിച്ച് പോയി ഒരു ഓണത്തിൽ കാണാൻ പറ്റുന്ന ഒരു കിട്ടിലം പടം തന്നെയാണ് തുടരും. ഇവിടെ വന്നു ഫസ്റ്റ് ഷോ ഞങ്ങൾ കണ്ടു. അപ്പം പെട്ടെന്ന് ഒരു റിവ്യൂ ഇട്ടേക്കാന്ന് വെച്ചു. അതുപോലെ തന്നെ സിനിമ എഴുതിയ KR സുനിലും തരൺമൂർത്തിയും കൂടെയാണ് കഥ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അത് എക്സിക്യൂട്ടീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ജേക്ക് ബിജോയ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു സ്ഥലത്ത് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ നമ്മളെ എലിവേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി നോർമലായിട്ട് ചെയ്യേണ്ടടുത്ത് നോർമലായിട്ട് ചെയ്ത് എന്തോ രസമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ക്യാമറ ചെയ്ത ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പുലിമുരുകൻ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നല്ല കിടിലൻ പടങ്ങൾ ചെയ്ത ആളാണ്. അപ്പം പ്രത്യേകമായിട്ട് നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേരും കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് ചോദിച്ചു. ശോഭനമ്മ പൊളി, മണിയമ്പള രാജു പൊളിക്കാരും, ബിനു പപ്പു അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് പേര് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും പോയി പടം കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും. അപ്പം ഒരിക്കൽ കൂടി തരൺമൂർത്തി മാൻ, ഹാറ്റ്സ് ഓഫ് യു.